ഹായ് നോക്കൂ, ഇവിടെ ദാ ഒരുത്ത നല്ല ഉറക്കം. ഉറങ്ങിയില്ലേ? എടാ കള്ള, ദാ ഇവനെ ഒന്ന് കൂട്ടുകൂടാൻ പോവുകയാണ് മാമൻ. എങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയണ്ടേ? ഇതാ നോക്കിയേ, ഒന്ന് തൊട്ടൊക്കെ നോക്കിയപ്പോഴേ ഓടാൻ അവന് ഒരു പരിപാടിയില്ല. അതുകൊണ്ട് അവനെ കൂട്ടുകൂടാൻ മാമൻ തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയാണ് മാമൻ ഇവനെ സ്നേഹിച്ചെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നേരിൽ കാണാം കേട്ടോ. അങ്ങനെ ഒന്ന് തൊട്ടും പിടിച്ചും ഇവനെ പയ്യെ ഇണക്കിയെടുക്കുകയാണ് നമ്മുടെ പരിപാടി. പാവം പിടിച്ചവനാണ്, ആൺകുട്ടിയാണ്, സ്നേഹമുള്ളവനാണ്. ആഹാ, അവൻ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല കേട്ടോ. അതാ നോക്കിയേ, അവൻ്റെ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടോ? ഓഹോ, എനിക്ക് വയ്യ. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നമ്മുടെ ഫാമിലി പറഞ്ഞതുപോലെ ഒരു ഫ്ലാറ്റ് തന്നെ വാങ്ങണ്ടായി വരും. ഇതുപോലെ സ്നേഹിക്കുന്ന മക്കളെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവരോട് ഇണക്കം കാണിക്കുന്നത് എങ്ങനെയെന്നറിയണ്ടേ? പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യില്ല. ഒരു തടവലോ അതുപോലെ പെട്ടെന്ന് കയറി അവരെ പെറുത്ത് പിടിക്കലോ അങ്ങനെയൊന്നും കാണില്ല. ചെറുതായിട്ടൊന്ന് തൊട്ടുരുമി പോവുകയാണ് ആദ്യം ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേ അവർ വീണ്ടും അത് തൊടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും അതുപോലെ നമ്മളുടെ ഒരു സ്നേഹമൊക്കെ കാണിക്കും. ഇതൊക്കെ ഞാൻ ഇതുപോലെ തൊട്ട് അവരെ വലുതായിട്ട് ശല്യം ചെയ്യാതെ തൊടും. അങ്ങനെയാണ് അവർക്ക് സ്നേഹം ഒരുപാട് കൂടുന്നതും എന്നോട് ഇണങ്ങുന്നതും കേട്ടോ. ഇപ്പം കണ്ടോ, കണ്ടില്ലേ, അവന് എന്ത് കാണിക്കട്ടെ എന്നുള്ള ഇപ്പവും ഇതുപോലെയാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് കയ്യിലെടുക്കുന്നത്. അവിടെ കിടക്കാതെ മാമൻ്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്കിപ്പോൾ നേരി കാണാം. അതാണ് മാമൻ കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പവർ കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ തടവുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാതെ അവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ കണ്ടോ, അവ എവിടെയും ഓടത്തില്ല. ഇങ്ങനെയാണ് ഞാൻ ഒത്തിരി വീഡിയോ ഒക്കെ കൊണ്ടുവന്നതും പിള്ളേരെ സ്നേഹിച്ച് കാണിച്ചതും. നിങ്ങൾക്കും ഇതുപോലെ സ്നേഹിച്ച് കാണിച്ചാൽ ഏത് പൂച്ചക്കുട്ടിയും നിങ്ങളെ മുന്നിൽ ഇണങ്ങും. ഇവനെ കാണാനും നല്ലതാണ്. അവനൊരു പേരും പറയുന്നുണ്ട്, ലുട്ടാപ്പി കേട്ടോ. അങ്ങനെ ലുട്ടാപ്പി നല്ല സ്നേഹത്തോടെ നിൽക്കുകയാണ്. ഉറങ്ങാൻ കിടന്നവനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടാണ് ചെറുക്കൻ ഞെട്ടി ഉണർന്നത്. അങ്ങനെ നേരിൽ കണ്ടു, അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി അവൻ എങ്ങോട്ടും പോകത്തില്ല. എൻ്റെ മുന്നിൽ വട്ടം കറങ്ങി കൂട്ടുകൂടാൻ ഒരുപാട് ആഗ്രഹം ഇപ്പോഴവൻ്റെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവൻ മാമനെ കണ്ട് ഓടാതെ അവൻ എൻ്റെ കൂടെ കൂടി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ലൊരു കുഞ്ഞു ചെറുക്കനാണ്. എന്തായാലും അടിപൊളിയാണ് അവനെ കാണാനൊക്കെ അല്ലേ. ഓഹോ, അവൻ്റെ സ്നേഹമൊക്കെ ഇനി പലതും നമുക്കിവിടെ കാണാം. അവനവിടെ കിടന്നാറേ പറ്റുന്നില്ല. എന്തായാലും മാമൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും സ്നേഹം കാണിക്കാതെ ഒരു നിവർത്തിയില്ല. അവൻ്റെ ബന്ധത്തിലുള്ള ആരോ വന്നിട്ടുണ്ട് ഇവിടെ, ഒരു ചേച്ചിയാണ് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ പോവുകയാണ്. എന്തായാലും ഇങ്ങോട്ടൊന്നും വരില്ല. നമ്മുടെ ചെറുക്കൻ വീണ്ടും എൻ്റെ മുന്നിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങി സ്നേഹം കാണിക്കാനുള്ള തയ്യാറെടുപ്പാണ്. സ്നേഹത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മുടെ ലുട്ടാപ്പി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരാളും കൂടെ ഞാട്ട് വരുന്നുണ്ട്. ഇവൻ്റെ അനിയത്തിയാണോ ബന്ധുക്കളാണോ എന്നൊന്നും അറിയില്ല. ഒരാൾ വന്നിട്ടുണ്ട്. അതൊരു പെൺകുട്ടിയാണ് കേട്ടോ. നമ്മളായിട്ട് വലിയ പരിചയമൊന്നുമില്ല. മിക്കവാറും ഓടാനൊക്കെ ഓടി, പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ലുട്ടാപ്പിയെ തൊടുന്നതും പിടിക്കുന്നതൊക്കെ ഈ പെങ്കൊച്ച് കണ്ടിട്ടാണ് ഞാൻ അടുത്തോട്ട് വന്നിരിക്കുന്നത്. ആരെന്നൊരു പിടുത്തമില്ലല്ലോ. അങ്ങനെ ചെറുക്കൻ്റെ സ്നേഹവും എല്ലാം കണ്ട് ആ പാമ്പിടിച്ചെടുതാ എന്നെ തന്നെ നോക്കുകയാണ്. ഇനി എൻ്റെ അടുത്തേക്കല്ല ഇനി വരുമോ എന്നൊക്കെ നോക്കുകയായിരിക്കും. ചെറുക്കനാണെങ്കിൽ വിട്ടുപോകാൻ ഒരു താല്പര്യവുമില്ല. ഉറങ്ങാൻ കിടന്നൊരു പയ്യനാണ്. എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടോ. ഇദ്ദേഹം എന്തിനാണ് ഇത്രയും സ്നേഹം കാണിക്കുന്നത് അവനോട്? അവനെ വളർത്തുന്ന ആരെങ്കിലാണോ? അവൻ വലിയ വീട്ടിലെ ആളാണോ എന്നൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറുക്കൻ്റെ അടുത്തുനിന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് മാറുമ്പോഴേ ഒരുത്തിയെ നമ്മളിവിടെ കണ്ടു. എടി മോളെ പൊന്നി, ഒന്ന് അടുത്ത് വരുമോ? ഇപ്പം സമയമില്ല, എൻ്റെ മൂക്കൂത്തി ഇവിടെ കളഞ്ഞു. അത് ഞാൻ നോക്കുകയാണ്. അത് നമുക്ക് മേടിക്കാന്നേ, നീ ഇങ്ങോട്ട് പോര്. ഇനി വന്നാണ് ചോദിക്കട്ടെ. എടി പൊന്നിക്കുട്ടി. അവക്കൊരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. അവളെ മൂക്കൂത്തിയെ ഇവിടെ കൊണ്ട് കളഞ്ഞു കേട്ടോ. കുളിക്കാണ്ട് പോയപ്പോഴായിരിക്കും. അവളിതാ അവിടെ ചെന്ന് കിടന്നു. പൊന്നിക്ക് സ്നേഹം കൂടി. തലയിടിക്കുമല്ലോ. നോക്കിയേ, അവൾ കാണിക്കുന്ന വേലകൾ കണ്ടോ. പൊന്നിപ്പെണ്ണേ, പിള്ളേരുടെ സ്നേഹം കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെ വരണം കേട്ടോ. എത്രയോ നല്ല മക്കളാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ല. നാട്ടിൽ നമ്മൾ വളർത്തുന്ന കുട്ടികൾക്കാണ് ആ ഒരു സ്നേഹം കാണിക്കുന്നത്. മനസ്സ് നിറഞ്ഞുള്ള നോട്ടവും ആ സ്നേഹവും കണ്ടു കഴിഞ്ഞാലേ
വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഉള്ള കണ്ണൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ നല്ല തൊള്ളിയ കണ്ണല്ലേ. പാവം. ആ ഒരു കയ്യിൽ കണ്ടോ, വലത്തെ കയ്യിൽ ഒരു കറുപ്പ്, നല്ലൊരു മറകാണല്ലോ പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ആഹാ, നല്ല ചുമന്ന വായും. ഓഹോ, എനിക്ക് വയ്യ. ആ കൈയുടെ കറുപ്പ് എന്തായാലും കലക്കി. നമ്മൾ നേരത്തെ കണ്ട ചെറുക്കനെ പോലെ തന്നെ ഈ പെൺകുട്ടിയും നല്ല സ്നേഹമാണല്ലോ. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ് മാമനോട് സ്നേഹം കാണിക്കാൻ. ദാ എന്തൊക്കെയോ പറയാനും അതുപോലെ സ്നേഹിക്കാനൊക്കെ അവൾക്ക് വളരെ ഇഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ സ്നേഹിച്ച് എൻ്റെ അടുത്ത് വരെ എത്തി. ഇതാ നോക്കിയേ, ഒരുമി കാണിക്കുന്നത് കണ്ടോ. എന്ത് പറയാനാണ്. ആ കൈയുടെ കറുപ്പ് എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഒരു കുറി ചേർത്തിരിക്കുന്ന പോലെ ഉണ്ട്. എത്ര കളറുണ്ടെന്നറിയോ? ഗോൾഡ് കളറ്, കറുപ്പ്, വെള്ള. അതുപോലെ തന്നെ ഇഷ്ടം കൂടാൻ കുറേ മക്കൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇഷ്ടം കൂടാതെ മാറിപ്പോകുന്നയും മക്കൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇതാ നോക്കിയേ, എന്തു പറഞ്ഞാലും നമ്മുടെ ഫാമിലിക്ക് ഓരോ ദിവസങ്ങളിൽ നല്ല നല്ല കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് മാമൻ കാണുന്നത്. എന്തായാലും നമ്മുടെ ഫാമിലിക്ക് സന്തോഷമുള്ള മക്കളെയാണ് കൂടുതലും കാണിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. ദാ എന്നെ കണ്ടിട്ട് ആ കുഞ്ഞെന്ത് കാണിക്കട്ടെ എന്നൊക്കെ പല വേലകളും കാണിച്ചു കൂട്ടുകയാണ്. വേറെ പറയാൻ നമ്മുടെ ഫാമിലി 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോലിക്ക് പോകുന്നില്ലേ, ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ വീഡിയോ ഇടുന്നത്, ജോലിക്ക് പോകാൻ എന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് വന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ലീവ് ഉള്ളപ്പോൾ, അതായത് ഒരു വെള്ളിയാഴ്ച കിട്ടുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാതെ ഈ പിള്ളേരെ തേടി ഒരു ദിവസം ഫുള്ള് നടന്ന് വീഡിയോ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സമയം കിട്ടുമ്പോഴാണ് ഇതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് 5 മണി 5:30 മണിയാകുമ്പോൾ ഞാൻ റൂമിൽ വരും. അതിനുശേഷമാണ് ഞാൻ കുളിക്കാൻ പോകാതെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാം ചെയ്തു വെച്ച് നിങ്ങളെ മുന്നിൽ തന്നതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ തന്നെ പോകുന്നത്. അതിനുശേഷമാണ് ആഹാരം കഴിക്കാൻ പോകുന്നത്. അതാ നല്ലൊരു സുന്ദരി പെണ്ണല്ലേ, എന്നെ കണ്ട് കരഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാടി മക്കളെ. അങ്ങനെ സന്ധ്യയ്ക്ക് കണ്ട ഒരു സുന്ദരി പെണ്ണിനെ ദാ നിങ്ങളെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ദാ നോക്കിയേ, നല്ല അടിപൊളി സുന്ദരി പെണ്ണാണ്. ഒരു 3-4 പേരുണ്ട്, നല്ല രോമമൊക്കെ ഉള്ള നല്ല കിട്ടുകുട്ടിയായിട്ട് അല്ലേ. ദാ നോക്കിയേ, ആ വാലൊക്കെ കണ്ടോ. അതുപോലെ തന്നെ പകല് ഈ പിള്ളേരൊന്ന് പരിചയപ്പെടണം. ഇതിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് നമ്മുടെ വെട്ടത്തിന് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്ലിയർ കുറവായിട്ട് തോന്നാം. ഇവിടെ 1-2 പേരൊന്നുമല്ല, ഒത്തിരി പേര് നമുക്കിവിടെ കാണാനുണ്ട്. ഇതാ നോക്കിയേ, ഇവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ദാ ഇവിടെ താമസിക്കുന്നവരെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന പിള്ളേരാണ് ഇവിടെ 6-7 പേര് കേട്ടോ. ഇതാ ഈ കേബിൻ്റെ അടിയിലൊക്കെയാണ് ഇവരുടെ താമസങ്ങൾ. അതുപോലെ ആൾക്കാർ കൊണ്ടുവന്ന് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവരുടെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.